ഹലോ എവ്രി വൺ. ഇന്ന് നാടൻ വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കോട്ടായിൽ നിന്ന് ചേച്ചി തന്നതാണ്, വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൃത്തിയിൽ ഇതാ കട്ട് ചെയ്ത് ചെറിയ പീസസായി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-12 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒന്നായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആയ ശേഷം ഒരു ടൊമാറ്റോ ആണ് ഞാനിവിടെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ ടൊമാറ്റോ ആണ്. അപ്പോൾ അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടൊമാറ്റോയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോയ്ക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും. അപ്പോൾ ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. പച്ചമണയ്ക്ക് പൗഡറിൻ്റെയൊക്കെ പോകണം. അപ്പോൾ ഇതൊരു മസാല ടൈപ്പാണ് നമ്മുടെ ഈ വഴുതനങ്ങ ഉപ്പേരി. ഇനിയിപ്പോൾ 2 പിടി നാളികേരമാണ് ആഡ് ചെയ്യുന്നത്. നാളികേരവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇത് ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വരണം. വഴുതനങ്ങയിൽ എന്തായാലും വെള്ളമുണ്ടല്ലോ, അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. വേഗം ആകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, വഴുതനങ്ങ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ടേസ്റ്റി വഴുതനങ്ങ ഉപ്പേരിയാണ്, ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഫൈനലി മല്ലിയിലയും ഇട്ടു, എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുത്തു. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഒരു മസാല ടൈപ്പ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.